എടുത്ത് കത്തിക്കൂ, പുസ്തകം എവനെ എടുത്ത് വണ്ടി കൊണ്ടുപോകാതെ പറയാം കാറൊക്കെയാണ്. അപ്പം വണ്ടിയിലെടുത്തിട്ട് ഞങ്ങൾ എടുത്തുകൊണ്ട് പോകും. അപ്പോൾ അദ്ദേഹം ചെയ്തതെന്ന് പറഞ്ഞാൽ ആ ചെറുപ്രായത്തിൽ ഇത് പറയുന്ന തെറ്റ് പറ്റിപ്പോയ അബദ്ധം എന്ന് പറഞ്ഞാൽ ഈ യക്ഷി വന്നാൽ ശാരീരിക ബന്ധം നടക്കും, ലൈംഗികമായി ഉപയോഗിക്കാൻ പറ്റും യക്ഷിയെ. ഇത് അല്ല, ഈ ഒരു അപ്പം നിങ്ങൾ രാത്രി പോകുമ്പോൾ ചുണ്ണാമ്പ് കരുതണം, മുറുക്കാൻ കരുതണം, ഇരുമ്പ് കരുതണം, എങ്കിൽ പിന്നെ ഇവരാരും നമ്മളെ അടുത്ത് വരില്ല. ഇതൊരു തെറ്റിദ്ധാരണയാണ്. കാരണം യഥാർത്ഥ നമ്മുടെ യക്ഷിയുടെ ധ്യാനം വരുമ്പോൾ, പുറത്ത് പറയുന്നില്ല, ധ്യാനം വരുമ്പോൾ ഒരു കാമുകിൻ്റെ മൂട്ടിൽ ബേക്ക് കാല് ചവിട്ടി വെച്ചിട്ട് കയ്യിൽ കണ്ണാടി, വാൾക്കണ്ണാടി നോക്കി നിൽക്കുന്ന ആഢ്യയായ സ്ത്രീ എന്ന അർത്ഥം വരുന്ന മന്ത്രമാണ് അതിനകത്ത് വരുന്നത്. കള്ളിയങ്കാട് നീലി യഥാർത്ഥത്തിൽ യക്ഷിയാണ്. നമ്മൾ യക്ഷിക്കഥകൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. കൂടുതലും സിനിമകളിലാണ് ഈ യക്ഷി സങ്കല്പങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ പഴയ കാലത്ത് നമ്മുടെ പ്രായം ചെന്ന അമ്മൂമ്മമാർ കഥ പറയും, ഇങ്ങനെ ഒരു യക്ഷി ഉണ്ടായിരുന്നു. അങ്ങനെ കേട്ടൊരു കഥയാണ് കള്ളിയങ്കാട് നീലി. കള്ളിയങ്കാട് നീലി യഥാർത്ഥത്തിൽ യക്ഷിയാണ്. കള്ളിയങ്കാട് നമ്മുടെ ഇവിടെ അടുത്താണല്ലോ, കുറച്ച് ദൂരമല്ലേ, തിരുവനന്തപുരത്തിൻ്റെ ബോർഡറാണ്. കള്ളിയങ്കാട് യഥാർത്ഥത്തിൽ അത് യക്ഷിയല്ല, യക്ഷിയിലേക്ക് ലയിച്ച ഒരു ദുരാത്മാവാണ്. യക്ഷിയിലേക്കാണോ ദേവിയിലേക്ക്? അല്ല, യക്ഷിയിലേക്ക് തന്നെയാണ് അത് ലയിച്ചത്. യക്ഷിയിലേക്ക് സങ്കല്പം. യക്ഷി എന്ന് പറഞ്ഞൊരു ദേവതാ സങ്കല്പമാണ്. ദേവതാ സങ്കല്പമാണ്. യക്ഷി എന്ന് പറഞ്ഞാൽ പ്രത്യേകം ഒരു ദേവതാ സങ്കല്പമാണ്. അപ്പം യക്ഷിയിലേക്ക് ലയിച്ച, ആ ദേവതയിലേക്ക് ലയിച്ച ഒരു, യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു കൊല ചെയ്യപ്പെട്ട ഒരാത്മാവാണ്. അതാണ് ഈ സംവിധാനത്തിലേക്ക് വന്നത്. അത് പിന്നെ യക്ഷി, കള്ളിയങ്കാട് യക്ഷി എന്ന് അറിയപ്പെട്ടു. ഒരിക്കലും അത് യക്ഷിയല്ല, യക്ഷിയായിട്ടത് ബന്ധവുമില്ല. കാരണം അതൊരു കഥയുമായി ബന്ധപ്പെട്ടതാണ്. അവരുടെ പിന്നെ പ്രണയിച്ചിരുന്ന ആൾ തല പൊളിച്ചു കൊന്നു എന്നുള്ളതാണ്. തല തള്ളിപ്പൊളിച്ചു കൊന്നു എന്നുള്ളതാണ്. സ്വർണ്ണമെന്തോക്കെ വരാൻ വേണ്ടി. അപ്പം അങ്ങനെ ഒരു കഥയാണ് അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കേൾക്കുന്നത്. അപ്പോൾ അതൊരു യഥാർത്ഥത്തിൽ അത് യക്ഷിയല്ല, യക്ഷിയിലേക്ക് ലയിച്ച ദുരാത്മാവാണ്. ഈ ദുരാത്മാവും യക്ഷിയും രണ്ടും രണ്ടാണ്. യക്ഷി വേറെ. യക്ഷി, ഗന്ധർവ, കിന്നരൻ എന്ന് പറയുന്ന സമ്പ്രദായമേ വേറെയാണ്. യക്ഷി ഒരു ദേവതയാണ്, എത്ര യക്ഷിയുണ്ട്? 36 പുറത്ത് ഒരുപാട് യക്ഷിയുണ്ട്. അപ്പം പല ഗ്രന്ഥങ്ങളിലും പല രീതിയിൽ പറയുന്നു. അപ്പോൾ ഈ ഓരോ തരം യക്ഷിയുടെയും ഓരോ സ്വഭാവമാണ്, ഓരോ യക്ഷിക്കും ഓരോ സമ്പ്രദായമാണ് പറയുന്നത്. ഇത് പിന്നെ ഒരു പെട്ടെന്ന് നമ്മളിലേക്ക് എത്തിപ്പെടുന്ന ഒരു ചൈതന്യമാണ്. രൂപവും ഭാവവും ഒക്കെ നമ്മൾ പിന്നെ കൊടുക്കുന്നതാണ്. അതിൽ പെട്ടെന്ന് ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ആ ദേവത നമ്മളിലേക്ക് എത്തപ്പെടും. അപ്പോൾ ഈ എത്തപ്പെടണമെങ്കിൽ ഈ ആരാണോ ജപിക്കുന്ന ആൾ അതിന് ആ ചൈതന്യത്തെ നമ്മളിലേക്ക് എത്തുമ്പോൾ നമ്മൾ അതിനെ എന്ത് ചെയ്യാം, ഉൾക്കൊള്ളാനുള്ള കരുത്തുണ്ടാവും. സാധാരണ ഒരാളുടെ ഒരു മാന്ത്രികമായി അല്ലെങ്കിൽ പൂജാപരമായി താന്ത്രികപരമായി ആ ശരീരത്തിന് കരുത്തുണ്ടാവും. അല്ലെങ്കിൽ അത് നമുക്ക് നാശമാണ് ഉണ്ടാകുന്നത്. ഇത് പെട്ടെന്ന് മറ്റ് ദേവതമാരെ പോലെയല്ല, പെട്ടെന്ന് വിളിച്ചാൽ പെട്ടെന്ന് വരും. മന്ത്രം കറക്റ്റ് ജപിച്ചാൽ പെട്ടെന്ന് വരും. അനുരാഗിണി മൈഥുനപ്രിയെ യക്ഷികുലപ്രസൂതയെ സ്വാഹ എന്ന് പറഞ്ഞൊരു മന്ത്രം, ചെറിയൊരു കുഞ്ഞു മന്ത്രമാണ്, എല്ലാവരും പറയുന്ന കൂട്ടത്തിലുള്ള മന്ത്രം. അപ്പം ഈ അനുരാഗിണി എന്ന് പറയുന്ന നമ്മൾ ചോദിച്ചുകൊണ്ടാണ് പറഞ്ഞത്, ഈ മന്ത്രം നമ്മൾ ജപിച്ചു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ഈ ദേവത വരുന്നതോടൊപ്പം നമുക്ക് മന്ത്രസിദ്ധി ഉണ്ടാവുക എന്ന് പറയുമ്പോൾ ഇത് പെട്ടെന്ന് വന്നാൽ നമുക്കിത് താങ്ങാൻ കഴിയണം. അല്ലെങ്കിൽ പിന്നെ ഇതുണ്ടാവും, പിന്നെ ഭ്രാന്ത് ഉണ്ടാവും, മാനസിക പ്രശ്നമുള്ള. എനിക്ക് എൻ്റെ നമുക്കറിയാവുന്ന ഒരാൾ, അങ്ങനെ ഉണ്ടായ ഒരാളുണ്ട്. ഉണ്ടോ? ഉണ്ട്. ഒരു ചെറുപ്പക്കാരനാണ്. പിന്നെ നമ്മുടെ എൻ്റെ ഗുരുനാഥൻ്റെ ഒരു ബന്ധുവും കൂടെ. അപ്പം അദ്ദേഹം ഒരു ദിവസം, അപ്പം ഗുരുനാഥൻ്റെ ബന്ധു കൂടെയാണ്. അപ്പം ഒരു ചെറുപ്പക്കാരൻ പയ്യനാണ്. അദ്ദേഹം ഇത് ജപിച്ചു തുടങ്ങുകയും ആ വീട്ടിലാണ് ആദ്യം ദുരിതം ഉണ്ടായത്. ദുരിതം ഉണ്ടാവുകയും എന്ത് ദുരിതമായിരുന്നു? അവിടെ ചുറ്റുപാടുള്ള അവർക്ക് ഒരുപാട് പശുക്കൾ, ഒരുപാട് വസ്തുക്കളുള്ള ആൾക്കാർ. ആ പശുക്കൾ വീണ് ചാവുക, വെള്ളം പിന്നെ അവരുടെ ദേഹത്തേക്ക് വീഴുക, അദ്ദേഹത്തിൻ്റെ വെള്ളം, ചൂടുവെള്ളം ദേഹത്തേക്ക് വീണ് പൊള്ളുക, ഇങ്ങനെയൊക്കെയുള്ളൊരു സമ്പ്രദായം ഉണ്ടാകുകയും അപ്പോൾ നമ്മുടെ പിന്നെ അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു അമ്മാവൻ വിളിച്ചു പറഞ്ഞു, നീയാണ് മന്ത്രവാദമായിട്ടൊക്കെ നടക്കുന്നത്, നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ. അപ്പം ഇത് എനിക്കിവിടെ വിഷയമാണ്, ഏതോ ജ്യോതിഷനെ കണ്ടപ്പോൾ ഇതെന്താണ് പ്രശ്നം എന്ന് നോക്കുകയും, അപ്പോൾ ഈ പറയുന്ന ആൾ ഇതൊന്നും ജപിക്കുന്നില്ല. നമ്മൾ ഈ പറഞ്ഞ സുഹൃത്ത് ഇതൊന്നും ജപിക്കുന്നില്ല. അപ്പോൾ സുഹൃത്ത് പറഞ്ഞു, ഞാനല്ല ജപിക്കുന്നത് എന്ന് പറയുന്നു. അപ്പം
അപ്പോൾ ഒന്ന് എൻ്റെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. അപ്പോൾ പോയി. അപ്പോൾ ഞാനും കൂടെ അന്ന് പോയിട്ടുണ്ടായിരുന്നു. പോയപ്പോൾ താഴെ കണ്ടു, അദ്ദേഹത്തിൻ്റെ അമ്മാവനാണ് ഈ കക്ഷി. അപ്പോൾ പോയി കണ്ടു, സംസാരിച്ചിട്ട് ഞങ്ങൾ ഓയിലെ ചെന്നപ്പോൾ 2 നില വീടാണ്. ഓയിലെ ചെന്നപ്പോൾ കക്ഷിയുടെ അടുത്തൊരു പുൽപ്പായിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഈ ജപിക്കുന്ന ആൾ ഒരു പുൽപ്പായിട്ട് ചെറിയ പയ്യന ഒരു പുൽപ്പായിട്ടുണ്ട്. ഒരു കൂട്ടം മന്ത്രഗ്രന്ഥങ്ങൾ പുള്ളി അടുക്കി വെച്ചിട്ടുണ്ട് പുൽപ്പായുടെ സൈഡിൽ. എന്നിട്ട് ഈ നമ്മുടെ വളരെ പച്ചരി വേവിച്ച് കഴിക്കുന്നുണ്ട് പുള്ളി കഴിക്കുന്നുണ്ട്. ഞങ്ങൾ ചോദിച്ചത് എത്ര വയസ്സുണ്ട്? അന്നൊരു ഒരു 22-23 വയസ്സ്, അത്രയും ഒരു ചെറുപ്പക്കാരനാണ്. അപ്പോൾ അദ്ദേഹം അവർക്കൊരു കുടുംബക്ഷേത്രമുണ്ട്. എത്ര വർഷമായെന്നാണ്? ഏകദേശം ഒരു 15 വർഷത്തിന് പുറത്തായി. അപ്പോൾ അവർക്കൊരു കുടുംബക്ഷേത്രമുണ്ട്. അപ്പോൾ അവിടെ വരുന്ന പൂജാരി കൊടുത്ത മന്ത്രമാണ് ഇദ്ദേഹം ജപിച്ച് തുടങ്ങിയത്. അപ്പം വടയക്ഷിയെ പ്രാർത്ഥിക്കാനാണ് പൂജാരി പറഞ്ഞു കൊടുത്തത്. അതെ, ഞാൻ ചോദിക്കാമെന്ന ചോദ്യം കൂടിയാണ്. വടയക്ഷിയെ മന്ത്രമാണ് കൊടുത്തത്. വടയക്ഷിയെ പൂജിക്കാനാണ് പറഞ്ഞത്. അദ്ദേഹം വടയക്ഷി മന്ത്രം ജപിച്ചു തുടങ്ങി. അപ്പം വടയക്ഷി മന്ത്രം ആലിൻ്റെ ചുവട്ടിലിരുന്നാണ് ജപിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു കൊടുത്തത് വീട്ടിനകത്തെ വടവൃക്ഷമായി സങ്കല്പിച്ച് പുൽപ്പായിലിരുന്ന് ജപിച്ചോളൂ, ഇത് വരും എന്നാണ്. അതായത് വടവൃക്ഷമായി നമ്മൾ സങ്കല്പിച്ചിട്ട് വീട്ടിൽ ഉയരിയിരുന്ന് ജപിച്ചോളൂ എന്ന് പറഞ്ഞ കുറേ വെജിറ്റേറിയനായ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അദ്ദേഹം അത് ചെയ്തു, ജപം തുടങ്ങി. അപ്പോൾ വീട്ടുകാരും അറിയുന്നില്ല, ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഇപ്പം പഠിക്കുകയാണെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ ഇതെല്ലാം ഇരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ അപ്പം തന്നെ കക്ഷിക്ക് ഒരു ചെറിയൊരു പ്രശ്നമായി നമുക്ക് തോന്നി. അപ്പോൾ മാനസികമായിട്ടുള്ള എന്തോ ചെറിയ പറയുന്നതിൽ തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ടായി. അപ്പോൾ ചോദിച്ചു, നമ്മുടെ കൂടെ വന്ന സുഹൃത്ത് ചോദിച്ചു, എന്താണിത് ചെയ്യുന്നതെന്ന് ചോദിച്ചു. അല്ല, അത് ഞാനിങ്ങനെ നമ്മുടെ ഇവിടുത്തെ വന്ന പൂജാരി പറഞ്ഞു, അങ്ങനെ ഞാനിപ്പോൾ വടയക്ഷി ഉപാസിക്കുകയാണ്. പൂജാരി പറഞ്ഞിട്ട് ഞാൻ വടയക്ഷി ഉപാസിക്കുന്നു. അപ്പോൾ നീ ഇവിടെ വീട്ടിൽ അല്ല, അത് ഇങ്ങനെ സങ്കല്പിച്ച് ഉപാസിക്കാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അപ്പോൾ ഈ പുസ്തകങ്ങളും ഈ പുൽപ്പായും എല്ലാം കൂടെ എടുത്ത് കത്തിക്കും, ഇതെല്ലാം കൂടെ എടുത്ത് വണ്ടിയിലിടും, നമുക്ക് ഇവനെയും കൂടെ കൊണ്ടൊക്കെ പോകാം. കൊണ്ടുപോകാതെ കാറൊക്കെയാണ്. അപ്പം വണ്ടിയിലെടുത്തിട്ട് ഞങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നു. നമ്മളുടെ സുഹൃത്ത് എൻ്റെ ഇതാണ്. അപ്പോൾ കൊണ്ടുവന്ന് ഞങ്ങൾ ഒരു ഗസ്റ്റ് ഹൗസിലുള്ള ഒരു സ്ഥലം അവിടെ കൊണ്ടുവന്ന് സംസാരിച്ചപ്പോഴും അപ്പോൾ ഇദ്ദേഹം പിന്നെയാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ചെയ്തതെന്ന് പറഞ്ഞാൽ ആ ചെറുപ്രായത്തിൽ ഇത് പറയുന്ന തെറ്റ് പറ്റിപ്പോയ അബദ്ധം എന്ന് പറഞ്ഞാൽ, ഈ യക്ഷി വന്നാൽ ശാരീരിക ബന്ധം നടക്കും. ഇതായിരുന്നു ഇവൻ്റെ ലക്ഷ്യം. ഇതായിരുന്നു പയ്യൻ്റെ ലക്ഷ്യം. അതായത് എനിക്ക് തോന്നുന്നു ആ സിനിമ നമ്മുടെ ശ്രീകൃഷ്ണ പെരുന്നാൾ, ആ സിനിമയിൽ അങ്ങനെയാണ് കൂടുതൽ. അല്ല, ആ സിനിമയിലും പറയുന്നത് യക്ഷി എന്തും നമുക്ക് സാധിച്ചു തരും, നമ്മൾ അവരുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുക. അപ്പം നമ്മൾ ചോദിച്ചു, നിനക്ക് ഇതെന്താ? കാരണം സാമ്പത്തികമായി അതിസമ്പന്നരാണ്, ചെറിയ സമ്പന്നരല്ല, അതിസമ്പന്നരാണ്. പിന്നെ വിദ്യാഭ്യാസത്തിൽ വളരെ ഉയരത്തിൽപ്പെട്ട ആൾക്കാർ. അപ്പം നിനക്ക് എന്താണ് വേണ്ടത്? എന്തിനാണ് നീ ഇത് ചെയ്യുന്നത്? അപ്പം ഈ ചിരിച്ചുകൊണ്ടും പറയുന്നതാണ്, ഇങ്ങനൊരു സമ്പ്രദായം നടക്കും, ലൈംഗികമായി ഉപയോഗിക്കാൻ പറ്റും യക്ഷിയെ എന്ന് പറയുന്നത്. ഞങ്ങളങ്ങ് ചിരിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഇത് നിന്നെ ആരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഇതിങ്ങനെ ഈ ചൈതന്യം വരുമ്പോൾ നമ്മുടെ ശരീരത്തിന് ഇത് താങ്ങില്ല. അപ്പോൾ അതിനുവേണ്ടി മറ്റൊരുപാട് മന്ത്രപ്രയോഗങ്ങളും ഒരുപാട് സിദ്ധകളും കുടുംബത്തിനകത്തുള്ള നമ്മൾ ഈ പറഞ്ഞ പോലെ നേരത്തെ മന്ത്രമൂർത്തിമാർ, കുടുംബ പരദേവതമാർ, ഇവരുടെയൊക്കെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനൊരു സമ്പ്രദായം നടക്കൂ. അല്ലാതെ ഓടിച്ചെന്ന് ഒരു യക്ഷിയെ മന്ത്രം ജപിച്ചാൽ നടക്കില്ല. അതുപോലെ ഇതുപോലെ റിവേഴ്സായിട്ട് വരും. അല്ല, ഈ കുടുംബ പരദേവതകളുടെ അനുഗ്രഹം ഉണ്ടെങ്കിലും ഈ സെക്സ് എന്ന് പറഞ്ഞാൽ നടക്കാൻ സാധ്യതയുണ്ടോ? അല്ല, ഇത് നടക്കാൻ സാധ്യതയില്ലാത്ത വിഷയമാണല്ലോ. പറഞ്ഞത് ഇതിൻ്റെ മനോനിലയ്ക്ക് മാറ്റം വരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ. അപ്പോൾ ഇദ്ദേഹത്തിന് പഠിപ്പിച്ച പൂജാരിയാണ്. അതാണ് അരവിദ്യ പഠിച്ചുകൊണ്ട് പണ്ടുള്ളവർ പറയും പോലെ അമ്പലം വിഴുങ്ങാൻ നടക്കുന്നവർ. അരവിദ്യ പഠിച്ചിട്ടുണ്ട്. അദ്ദേഹം എവിടെ നിന്നോ കേട്ടിട്ടുണ്ട്. ഈ പയ്യൻ ഇത് ഇങ്ങനെ എടുത്ത് ഉപയോഗിക്കുമെന്ന് അദ്ദേഹം ചിലപ്പം കരുതി കാണുകയില്ല. അല്ല, വീട്ടിൽ നീ വെച്ച് ഇങ്ങനെ ഉപാസിച്ചോളൂ. അവർക്ക് കുടുംബക്ഷേത്രമൊക്കെ ഉള്ളവരാ, അപ്പോൾ ഉപാസിച്ചോളൂ. അപ്പം ഇത് തെറ്റിദ്ധരിച്ച് ഏകദേശം ഒരു മെന്റലിന്റെ മാനസികാവസ്ഥയിലേക്ക് അദ്ദേഹം യക്ഷിയെ കണ്ടതായിട്ട് പറയുന്നുണ്ട്. അല്ല, പറയുന്നുണ്ട്, എനിക്ക് ഫീൽ അനുഭവിച്ചിട്ടുണ്ട്, അങ്ങനെയുണ്ട്, ഇങ്ങനെയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. യക്ഷിയെ ഇദ്ദേഹം കണ്ടിട്ടു, നേരിട്ട് വന്നിട്ടുണ്ട് എന്നാണ് ഇദ്ദേഹം അവകാശപ്പെടുന്നത്. പക്ഷെ ഞാൻ കണ്ടിട്ടില്ല, ഞങ്ങൾ കണ്ടിട്ടുമില്ല, ഞങ്ങൾക്ക് ഇത് അറിയില്ല, ഞങ്ങളത് വിശ്വസിച്ചു. എന്തായാലും ഇദ്ദേഹത്തിന്റെ പുൽപ്പായെല്ലാം ഞങ്ങൾ ചുട്ടുകളഞ്ഞു, നശിപ്പിച്ചു. ഞങ്ങൾ അതൊരു ഞാൻ പറഞ്ഞു, അതിൽ കിടക്കാൻ തന്നെ വലിയ പാടാ. ദർപ്പ കൊണ്ട് എന്ത് ജോലി ചെയ്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കണം. അപ്പൊ ഇതിൽ വിശ്വസിക്കേണ്ടതായിട്ട് എന്തെങ്കിലും ഇല്ലേ? വിശ്വസിക്കാവുന്ന ചൈതന്യമാണ്.
യക്ഷി വിശ്വസിക്കാവുന്ന ചൈതന്യം. ചൈതന്യമാണ്. അത് യക്ഷി എന്ന് പറയുന്നത് ഈ പ്രേത കലയല്ല. അത് ഇവിടെ പലയിടത്തും നമ്മൾ ഇന്നടത്ത് യക്ഷിയെ കണ്ടു, ഇന്നടത്ത് ഇത് കണ്ടു, ഇതൊന്നും യക്ഷിയല്ല, അതൊക്കെ പ്രേതകലയാണ്. യക്ഷി ദേവതാ ചൈതന്യം. അത് അതിസുന്ദരിയായ, കയ്യിലൊരു കണ്ണാടി പിടിച്ച് അതിസുന്ദരിയായി നിൽക്കുന്ന ഒരു സ്ത്രീയാണ്, ആഢ്യയായ സ്ത്രീ. അതാണ് പറയുന്നത്. അതാണ് അതിൻ്റെ ധ്യാനത്തിൽ വരുന്നത്. ഈ യക്ഷി ചോദിക്കും, ചുണ്ണാമുണ്ടോ, ഇരുമ്പുണ്ടോ, വെറ്റിലയുണ്ടോ? ഇതൊക്കെ കഥയിൽ വന്നതാണ്. ഇത് അല്ല, ഈ ഒരു അപ്പം നിങ്ങൾ രാത്രി പോകുമ്പോൾ ചുണ്ണാമ്പ് കരുതണം, മുറുക്കാൻ കരുതണം, ഇരുമ്പ് കരുതണം, എങ്കിൽ പിന്നെ ഇവരാരും നമ്മളെ അടുത്ത് വരില്ല. ഇതൊരു തെറ്റിദ്ധാരണയാണ്. കാരണം യഥാർത്ഥ നമ്മൾ യക്ഷിയുടെ ധ്യാനം വരുമ്പോൾ, പുറത്ത് പറയുന്നില്ല, ധ്യാനം വരുമ്പോൾ ഒരു കാമുകിൻ്റെ മൂട്ടിൽ ബേക്ക് കാല് ചവിട്ടി വെച്ചിട്ട് കയ്യിൽ കണ്ണാടി, വാൾക്കണ്ണാടി നോക്കി നിൽക്കുന്ന ആഢ്യയായ സ്ത്രീ എന്ന അർത്ഥം വരുന്ന മന്ത്രമാണ് അതിനകത്ത് വരുന്നത്. അതിപ്പോൾ നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയാൽ പിന്നെ നരസിംഹസ്വാമിയുടെ തൊട്ട് ബാക്കിലായിട്ട് ഒരു ചിവർ ചിത്രം തന്നെ വരച്ചിട്ടുണ്ട്. അതെ, യക്ഷിയുടെ ഒരു ചിവർ ചിത്രം. അതാണ് യഥാർത്ഥ മോഹിനി യക്ഷിയുടെ സ്വരൂപം. ഇത് പല പല യക്ഷിമാരുണ്ട്. മോഹിനി യക്ഷിയുടെ സ്വരൂപം നമുക്ക് ആർക്ക് വേണോ പോകുന്നവർക്ക് നോക്കാവുന്നതാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ അതിന്റെ അഗ്നികോണിലായിട്ട്, പിന്നെ അവിടെ യക്ഷി സാന്നിധ്യം അഗ്നികോണിലല്ല, പിന്നെ നരസിംഹസ്വാമിയുടെ ബാക്കിലായിട്ട്. ഞാൻ ഇതിനിടയിൽ ഒന്നും കൂടെ ചോദിക്കുകയാണ്. പിന്നെ അവിടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് അകത്ത് യക്ഷിയുടെ സാന്നിധ്യം ഉണ്ടോ? യക്ഷിയുടെ പിന്നെ പ്രതിഷ്ഠകളോ അങ്ങനെയൊന്നുമില്ല. ആ ചുവർ ചിത്രത്തിനെ കുറിച്ചൊരു കഥ തമ്പുരാട്ടിയുടെ തന്നെ ഗ്രന്ഥത്തിൽ പറയപ്പെടുന്നു. എന്തായിരുന്നു അതെന്ന് പറഞ്ഞാൽ, ആ ചുവർ ചിത്രം രണ്ടാമത് പെയിന്റ് ചെയ്യാൻ വന്ന ഒരാള് പിന്നെ ആ പിന്നെ കമുകിനെ പനയാക്കി മാറ്റുകയും, അദ്ദേഹത്തിന്റെ പേരുണ്ട്, കമുകിനെ പനയാക്കി മാറ്റുകയും വരച്ചു. ആ വരച്ച സമയത്ത് അദ്ദേഹത്തിന് അസ്വസ്ഥത ഉണ്ടാവുകയും അവിടെ തന്നെ ബോധം കെട്ട് വീഴുകയും അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ടായതായിട്ട് പറയപ്പെടുന്നു. അപ്പോൾ അതിന് പവർ ഉണ്ടോ എന്നുള്ളത് രണ്ടാമതാണ്. പിന്നെ അത് തിരിച്ച് അത് നേരെ കമുകായി തന്നെ വരച്ചതിന് ശേഷമാണ് അത് ക്ലിയറായിപ്പെടുന്നു എന്ന് പറയപ്പെടുന്നു. അപ്പം അത് നമുക്ക് വിശ്വസിക്കാം, 100% വിശ്വസിക്കാം. കാരണം പത്മനാഭനുമായി ബന്ധപ്പെട്ട് വരുന്നതെല്ലാം ഒരു രഹസ്യമോ അല്ലെങ്കിൽ ഒരു കഥയോ ഒന്നുമല്ല, അത് വിശ്വാസയോഗ്യം തന്നെയാണ്. അപ്പോൾ അതൊരു ചുവർ ചിത്രമാണ്, അതിനാണ് ഇത്രയും പവറെന്ന് മനസ്സിലായി. അതെ. അപ്പോൾ ഈ മന്ത്രത്തിന് കൃത്യമായി പവറുണ്ട്. അതിനകത്ത് വേറെ ഏതൊരു ആക്കും, കാരണം എനിക്ക് ഈ പയ്യൻ്റെ കേസിൽ തന്നെ എനിക്ക് നേരിട്ട് അനുഭവം. ഒടുവിൽ ഈ പയ്യൻ ഇപ്പോൾ എന്ത് സംഭവിച്ചു? ഇപ്പോൾ അദ്ദേഹം വിദ്യാഭ്യാസമൊക്കെ ഉണ്ട്, നല്ല വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞു. പക്ഷേ ചില വെളുത്ത വാവ് അടുപ്പിച്ച് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അത് മിസ്റ്റേക്ക് ആണോ അതോ പുള്ളിക്ക് എന്തെങ്കിലും സിദ്ധി വല്ലതും കിട്ടി കാണും? സിദ്ധി എന്ന് പറയാൻ പറ്റില്ല, അത് പൂർണ്ണതയിലെത്തിയിട്ടില്ല. അങ്ങ് പോയിട്ടുമില്ല, പിന്നെ ഇനി വന്നിട്ടുമില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. അമ്മാത്തെത്തിയതുമില്ല, ആകെ പ്രശ്നം ഇവിടെ ഒന്നും നടന്നതുമില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. പക്ഷേ ഇത് അദ്ദേഹത്തിൻ്റെ പിന്നെ ഒരു അവസ്ഥ വെച്ചിട്ട് എനിക്കതിൽ വിശ്വാസം വന്നു എന്നുള്ളതാണ്. യക്ഷി എന്ന് പറയുന്ന ഒരു ചൈതന്യമുണ്ട്. അപ്പോൾ ഈ കള്ളിയാങ്കാട് ആദ്യം ഈ ആളുകളെയൊക്കെ ഉപദ്രവിച്ചുകൊണ്ടിരുന്ന ആള് ദുരാത്മാവായി. ഈ യക്ഷിയിലേക്ക് പിന്നെ ആവേശിച്ച ദുരാത്മാവാണ്. അതുകൊണ്ടാണ് ഇതിന് ചൈതന്യം വരുന്നത്. ഒരു ആത്മാവിന് നമ്മളെ ഉപദ്രവിക്കാനുള്ള ചൈതന്യം വരണമെങ്കിൽ അതിനൊരു സപ്പോർട്ട് ഉണ്ടാവും. ഇതല്ല, ഏത് ആത്മാവിനാണ്. നമ്മളൊരു ആത്മാവ് ഒരാളെ ഉപദ്രവിക്കുന്നു അല്ലെങ്കിൽ ഒരു പ്രേതം ഒരാളെ കൂടുന്നു എന്ന് നമ്മൾ കണക്കാക്കിയാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ പ്രേതത്തിനോടൊപ്പം ഒന്നുകിൽ അവരുടെ പരദേവതയുടെ ഒരു സപ്പോർട്ട് ഉണ്ടാവും, അല്ലെങ്കിൽ അല്ലെങ്കിൽ അവരൊരു ക്ഷേത്രത്തെ നിത്യ സന്ദർശകരായിരിക്കും, ആ ദേവതയുടെ ഒരു ബന്ധം വരും. അല്ലാതെ ഇതിനെ ഈ പറയുമ്പോൾ ഇങ്ങനെ എടുത്ത് നമ്മളെ ഉപദ്രവിക്കാനുള്ള ഒരു സപ്പോർട്ട്, ഒരു സമ്പ്രദായം വരില്ല. ഉപദ്രവിച്ച് തുടങ്ങുകയാണ് അല്ലെങ്കിൽ ഒരു ദോഷം ചെയ്യാൻ ഒരു ദുരാത്മാവ് ശ്രമിക്കുകയാണെങ്കിൽ ആ ദുരാത്മാവിൻ്റെ പിന്നിൽ ഒരു ദേവത ഉണ്ടായിരിക്കും. അപ്പോൾ ഈ യക്ഷി ആളുകളെ ഉപദ്രവിച്ചിരുന്നു? ആളുകളെ ഉപദ്രവിച്ചിട്ടില്ല. കള്ളിയങ്കാട്ട് നീലിയിൽ ആവേശിച്ച യക്ഷി ആളുകളെ ഉപദ്രവിച്ചിട്ടുണ്ട്. കള്ളിയങ്കാട്ട് നീലി എന്നുള്ള പേര് ഉപദ്രവിച്ചിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. ഒടുവിൽ ഈ നീലിയെ തളയ്ക്കുകയാണ് ചെയ്യുന്നത്. നീലിയെ തളയ്ക്കുകയാണ് ചെയ്യുന്നത്. എവിടെ? ദേവീഭാവത്തിലാക്കി. അവിടെ തന്നെ പ്രതിഷ്ഠകളും ഒക്കെ ഉണ്ടല്ലോ. കള്ളിയങ്കാട് തന്നെ അവിടെ പ്രതിഷ്ഠകളൊക്കെ. ദേവീഭാവം പല പല ഉപകഥകൾ അതിലിങ്ങനെ പറയപ്പെടുന്നുണ്ട്. അവർ തളച്ചു, ഇവർ തളച്ചെന്നും പല കഥകളും പറയുന്നുണ്ട്. ഒരുപാട് കഥകളുണ്ട്, അതിനെക്കുറിച്ചൊരു കഥകളുണ്ട്. എന്തായാലും ഇതിനൊരു ചൈതന്യം ഉണ്ടെന്നുള്ള ഉറപ്പാണ്. അന്ന് കള്ളിയങ്കാട് നീലി എന്ന് പറയുന്നത് ദുരാത്മാവാണ്, അത് യക്ഷിയല്ല. യക്ഷി വേറെയാണ്. അതൊരു 36 തരം എന്ന് പലരും പറയുന്നുണ്ട്. അതൊരു ദേവതാ ചൈതന്യമാണ്. അത് പിന്നെ ഒരു നല്ല ചൈതന്യമാണ്, മോശപ്പെട്ട ചൈതന്യമല്ല, നല്ല ചൈതന്യം. നല്ല ചൈതന്യം. പക്ഷേ ഇത് ജപിച്ചു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം ഇത് ജപിച്ചു കഴിഞ്ഞാൽ ഇത് നെഗറ്റീവ് ആവുകയാണെങ്കിൽ കുടുംബത്തിൽ മൊത്തത്തിൽ പ്രശ്നമായി കാണപ്പെടുന്നു.
അങ്ങനെ ഈ ഒടുവിൽ ഈ ആടുമാടുകളൊക്കെ അല്ലെങ്കിൽ ആ വീട്ടിൽ ആ പയ്യൻ ജപിച്ചു. അല്ല, അത് ഇതിന് ശേഷം പിന്നെ അതൊരു കർമ്മം പോലെ ചെയ്തു, അതിനെ ആവാഹിച്ചു, അതിൻ്റെ ഒരു സൈഡിലേക്ക് ഒഴിവാക്കി എന്നുള്ളതാണ്. പിന്നെ വേറെ ദുരിതങ്ങളൊന്നുമില്ല. അവർ നല്ല വിശ്വാസികളാണ്, പൂർണ്ണമായ ഒരു വിശ്വാസികളാണ്. അവർ ആ ദുരിതം അങ്ങ് മാറ്റി. പിന്നെ അവൻ്റെ ഈ സമ്പ്രദായമൊക്കെ പൂർണ്ണമായും എടുത്തു മാറ്റി എന്നുള്ളതാണ്. രോമിച്ചിരുന്ന ഒരു സാധനങ്ങളുമില്ല. പിന്നെ വിദ്യാഭ്യാസമൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷെ ഒരു ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നാറുണ്ട്, എവിടെയോ തോന്നാറുണ്ട്. അത് എൻ്റെ തോന്നലാണോ അതോ അവനെന്തെങ്കിലും പ്രശ്നമുണ്ടോ അതൊന്നും എനിക്കറിയില്ല. എങ്ങനെ എന്തായാലും യക്ഷി നല്ലതാണ്, ഉണ്ട്. യക്ഷി നല്ലതാണ്, ഉണ്ട്. പക്ഷെ ഇവർ പറയും പോലെ പിന്നെ ഈ മറ്റ് ദുരിതങ്ങൾ തരുന്നതല്ല യക്ഷി. യക്ഷി പിന്നെ മറ്റൊരു വിഷയം കൂടെ ഉണ്ട്. യക്ഷി നമ്മൾ പിന്നെ പ്രാർത്ഥിക്കുകയോ ജപിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് പിന്നെ യക്ഷൻ്റെ അല്ലെങ്കിൽ കുബേരൻ്റെ ഭാര്യ എന്ന് പറയപ്പെടുന്നുണ്ട്, ധനത്തിൻ്റെ അധിപതി എന്ന് പറയപ്പെടുന്നുണ്ട്, യക്ഷവർഗത്തിൽ ഗന്ധർവൻ്റെ ഭാര്യ എന്ന് പറയപ്പെടുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സമ്പ്രദായങ്ങൾ ഇവർ പറയപ്പെടുന്നുണ്ട്. പക്ഷേ ഇവർ നമ്മൾ ഈ സിനിമയിൽ കാണിക്കുന്ന വെള്ളസാരി ഉടുത്തത് ഒന്നുമല്ല യക്ഷി. അതല്ല, ആ ചൈതന്യത്തിന് വളരെ വളരെ പോസിറ്റീവാണ്. അല്ലാതെ ഒരു ആളെ കൊന്ന് ചോര കുടിക്കുന്നതോ ഒന്നുമല്ല യക്ഷി. യക്ഷി എന്ന് പറയുമ്പോൾ വളരെ പോസിറ്റീവാണ്. നമ്മൾ മഹാലക്ഷ്മിയെ പോലെ അതിസുന്ദരമായ ഒരു സമ്പ്രദായമാണ്. പെട്ടെന്ന് നമ്മളിലേക്ക് എത്തപ്പെടും, അത്രമാത്രമേ ഉള്ളൂ.